ത്വര മറ്റെന്തൊക്കെ ആയിരുന്നു, അത് കുറച്ച് വീര്യം കൂടിയ ഐറ്റമാണ്. അതുകൊണ്ടാണ് ഒരു സ്ത്രീ എന്ന നിലയിലേക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നെങ്കിൽ അവര് പറയുന്നത് ഞാനോട് വെക്കാം. എനിക്ക് നിനക്ക് സുഖം തരണം. ഐ ജസ്റ്റ് മേക്ക് യു ഹാപ്പി. നമസ്കാരം ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഞാൻ ഇത്രയും വൈകി ഈ ഒരു നട്ടപ്പാതിരായിക്ക് വളരെ അത്യാവശ്യമായി കണ്ടാണ് ഗൈസ് ഞാൻ ആക്ച്വലി ഈ വീഡിയോ ചെയ്യുന്നതെന്നുള്ള കാര്യം. കാരണം നമ്മുടെ കുഞ്ഞാറ്റ ഇച്ചായൻ വിഷയത്തിൽ നമ്മളും 1-2 വീഡിയോസ് നമ്മളും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നൊക്കെയാന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം അറിഞ്ഞ സ്ഥിതിക്ക് ഒരു അഭിപ്രായം പറയാതിരിക്കാൻ വയ്യ എന്ന് തോന്നിപ്പോയി. അതുകൊണ്ട് മാത്രം ആണ് ഗൈസ് ഈ ഒരു വീഡിയോ ഈ നട്ടപ്പാതിരയ്ക്ക് ഇരുന്ന് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇച്ചായൻ കുഞ്ഞാറ്റ വിഷയം, ആ ഒരു വിഷയത്തിന്റെ മേൽ നമ്മുടെ കുഞ്ഞാറ്റ കുറച്ച് എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു കാര്യം നമുക്ക് പ്രത്യേകമായി പറയേണ്ടത്, ഒന്നും തുറന്നു പറഞ്ഞിരുന്നില്ല. എനിക്ക് സഹിക്കാൻ പറ്റുന്ന അപ്പുറമായിരുന്നു എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ഞാൻ തുറന്നു പറയുന്നില്ല, ആരെയും കളിയാക്കാനോ ആരെയും അപമാനപ്പെടുത്താനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതായിട്ടുള്ള നമ്മുടെ കുഞ്ഞാറ്റയുടെ വീഡിയോ. അതിനുശേഷം നമ്മുടെ ഇച്ചായൻ കുഞ്ഞാറ്റയെ കാണാനായിട്ട് കുഞ്ഞാറ്റയുടെ കുഞ്ഞിനെ കാണാനായിട്ട് പോയതിനു ശേഷമാണ് കുഞ്ഞാറ്റ ആക്ച്വലി വീഡിയോ ഇട്ടത്. ഇതിനുശേഷം നമ്മുടെ ഇച്ചായൻ അലറി കരഞ്ഞുകൊണ്ട് വളരെയധികം എന്നെ അപമാനപ്പെടുത്തി, നിന്നെ ഞാൻ വിവാഹം കഴിച്ചില്ലയോ എന്തോ ഞങ്ങൾക്ക് പറഞ്ഞ കുട്ടിയെ വളരെയധികം എന്താണ് തല്ലി ചതയ്ക്കുന്ന രീതിയിൽ വാക്കുകൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ. എന്നാൽ ആക്ച്വലി ആ വീഡിയോ ഞാൻ കണ്ടില്ല. ഞാൻ കുറച്ച് പേര് റിയാക്ഷൻ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ആ വീഡിയോ ഇട്ടതിന് ശേഷം എന്തോ പറ്റിയ കോപ്പിറൈറ്റ് കൊടുത്തതെന്ന് പറയത്തില്ല, മുഖ്യതാണെന്ന് പറയത്തില്ല, ആക്ച്വലി ആ വീഡിയോ ചാനലില്ല. അതിനുശേഷം നമ്മൾ ഇച്ചായൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു. അങ്ങനെ ഒരാഗ്രഹം സാധിച്ചു. നിങ്ങൾ ആ വീഡിയോ കണ്ടിന്യൂ ആയ വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും. എല്ലാവരുടെയും ആഗ്രഹം സാധിച്ചതിന് ശേഷം ഫോർച്യൂണർ മേടിച്ചു. ഈ ഒരു വീഡിയോ കണ്ടപ്പോഴൊക്കെ നമുക്ക് വളരെ സന്തോഷം തോന്നി. എന്തൊക്കെയാന്ന് പറഞ്ഞാലും ആ കുഞ്ഞാറ്റയുള്ള കാലത്ത് പോലും ഒരു പക്ഷെ ഒരു പെൺകുട്ടിയെ കരയിച്ചിറക്കി വിട്ട, അല്ലെങ്കിൽ ഒരു കാര്യം ഒന്നും നോക്കാതെ കളിച്ചു നടന്നൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ കുഞ്ഞു കളിച്ചു നടന്നൊരു വ്യക്തിയാണ്. ഇപ്പം അദ്ദേഹത്തിന് നല്ല ബോധോദയം ഉണ്ടായി, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലായാലും എന്തെങ്കിലും ചെയ്ത് അദ്ദേഹം ജീവിതത്തിൽ കയറി വരുന്നല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മളും വളരെ സന്തോഷത്തോടെ ആ ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയുടെ കമന്റ് ബോക്സ് കുറച്ച് സമയത്തിന് മുമ്പേ നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഇച്ചായനെ കുറിച്ച് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അലയടിക്കുന്ന വിഷയം കണ്ടതിന് ശേഷം, അതായത് ഈ ഫോർച്യൂണർ കാർ മേടിച്ച വീഡിയോയെ ചൂണ്ടിക്കാണിച്ച് പലരും സംസാരിക്കുന്നുണ്ട്. അന്നേരം ഞാൻ നേരെ പോയി ഈ വീഡിയോ ഒന്നുകൂടെ നോക്കിയപ്പോ ആ വീഡിയോയുടെ കമന്റ് ബോക്സിൽ കണ്ട ഒരു കമന്റ് ഞാനത് കാണിച്ചു തരാം. ഈ കമന്റ് ഒരു ദിവസം മുമ്പിട്ടൊരു സാധനമാണ്. റിയാക്ഷൻ വീഡിയോസ്കാർ ഒന്ന് മനസ്സ് വെച്ചാൽ മതി, ഒരു സ്ക്രീൻഷോട്ട് പുറത്തുവിട്ടാൽ ഇവന്റെ അഭിനയമൊക്കെ തീരും. ഇവൻ പറഞ്ഞ വീട്ടുകാർ ഒന്നും ആ കൊച്ചിനില്ലേ, ആ കുട്ടി ഒരു വീഡിയോ ഒന്ന് ഇട്ടപ്പോൾ തന്നെ ഇവൻ ഇത്രമാത്രം പേടിച്ചെങ്കിൽ ഇവൻ ചെയ്തത് എത്ര വലിയ കാര്യമായിരിക്കും എന്ന് പറഞ്ഞൊരു കുട്ടി. അത് ഒരു ദിവസം മുമ്പിട്ടൊരു കമന്റാ. ആ കമന്റ് കറക്റ്റ് ഐഡിയയിൽ നിന്ന് വന്നിട്ടതാണോ എന്ന് അറിയത്തില്ല. ഇയാളുടെ കാര്യങ്ങളെല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണോ ഈ കമന്റ് ഇട്ടേക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു ഇന്നത്തെ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ. മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ കമന്റ് ബോക്സ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പോലും കുഞ്ഞാറ്റയുടെ വീഡിയോ വന്നതിന് ശേഷം വളരെയധികം കള്ളത്തരം കയ്യിലുണ്ട് എന്ന രീതിയിലൊക്കെയാണ് ഈ ഒരു വീഡിയോ പറയുന്നത്. ഇതിന് ശേഷമാണ് ഇന്ന് നമ്മുടെ വളരെ ചർച്ചാ വിഷയമായ കുറച്ച് കാര്യങ്ങൾ പുറത്തുവിടുന്നത്. ഞാൻ ആക്ച്വലി പറയുന്നില്ല, ഞാൻ എന്തുപോലെ ക്ലിപ്പ് ഇങ്ങോട്ട് വെക്കാം. നമ്മുടെ ഇച്ചായന്റെ ഉത്സിത ചാറ്റുകൾ കുറെ പുറത്തു വന്നിരിക്കുന്നതായിട്ട്. അതായത് ചുമ്മാതല്ല ആ കൊച്ചു പുറത്ത് പറയാഞ്ഞത് പല കാര്യങ്ങളും. കാരണം അത് പറയാൻ പോലും കൊള്ളാത്ത രീതിയിലുള്ള കാര്യങ്ങൾ. പുള്ളിക്ക് വെറും കുഞ്ഞുകളിയായിരുന്നു. പുള്ളിക്ക് കെട്ടാൻ മുട്ടുന്ന പ്രായത്തിലെ കല്യാണം കഴിച്ചു, ഓക്കെ. എന്നിരുന്നാലും പുള്ളിക്ക് ആ സമയത്തും, അന്നേരം നമ്മുടെ മൂപ്പൻ ബ്ലോഗിനകത്തും നമ്മുടെ കൈസ് ബ്രോയുടെ ബ്ലോഗ് വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാർക്കൊക്കെ വളരെ നന്നായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കാണാൻ ആഗ്രഹിക്കുന്ന അവിടെ പോയി കാണാൻ വളരെ ഈണത്തോടെയും താളത്തോടെയും ഇച്ചായന്റെ ചാറ്റ് വായിച്ചവർ അവതരിപ്പിക്കുന്നുണ്ട്. അന്നേരം എനിക്ക് കുറച്ച് ഉളുപ്പുള്ളത് കൊണ്ട് ഞാൻ അതിൽ വായിക്കുന്നില്ല. അവരുടെ ക്ലിപ്പ് ഇങ്ങോട്ട് വെക്കാം. എന്തായാലും വിവാഹം കഴിഞ്ഞ പ്രായത്തിലെ പുള്ളിക്ക് ത്വര മറ്റെന്തൊക്കെ ആയിരുന്നു, അത് കുറച്ച് വീര്യം കൂടിയ ഐറ്റമാണ്. അതുകൊണ്ടാണ് ഒരു സ്ത്രീ എന്ന നിലയിലേക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നെങ്കിൽ അവര് പറയുന്നത് ഞാനോട് വെക്കാം. എനിക്ക് നിനക്ക് സുഖം തരണം. ഐ ജസ്റ്റ് മേക്ക് യു ഹാപ്പി. എന്നാ പെണ്ണേ, മോം പ്രോമിസ് ഞാൻ ആർക്കും ഇങ്ങനെ അയക്കാറില്ല. എനിക്കൊരു പെണ്ണ് വേണം. എടാ സീരിയസ്ലി ഒന്നുമില്ലടാ. മൈ ഡിക് നയേ. ശരിക്കും നമ്മൾ മറ്റുള്ളവരുടെ ജീവിതമാണ്, മറ്റുള്ള ആ കുഞ്ഞാറ്റ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ഓർത്ത് നമ്മൾ ഒരിക്കലും എൻജോയ്മെന്റ് ആയിട്ടല്ല നമ്മൾ ഈ ഒരു കാര്യത്തെ കാണുന്നത്. എന്നിരുന്നാലും കാണുമ്പോൾ നമുക്ക് ചില അറപ്പും ചില വെറുപ്പൊക്കെ തോന്നും. എന്നിരുന്നാലും നമുക്ക് ഈ ഒരു രീതി റിയാക്ട് ചെയ്തതായിട്ട് വരുന്നു. കാരണം പുള്ളിയുടെ ഒരു എന്തുമാത്രം ഒരു വികൃതമായ മറ്റൊരു മുഖമായി ഇതിലൂടെ അഴിഞ്ഞു വീഴുന്നത് എന്നുള്ളത് കാര്യം. എന്തുകൊണ്ടായിരിക്കും കുഞ്ഞാറ്റ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി, സത്യം പറഞ്ഞ ഇത് കൊച്ചുകുട്ടികൾ കാണരുതേ എന്ന് ഞാൻ ആദ്യം പറയാനായിട്ട് വിട്ടുപോയി. അത്രയ്ക്ക്
ഒരു അത്രയ്ക്ക് അതുകൊണ്ടാണ് ഞാൻ എന്റെ വീഡിയോയിലൂടെ ആ ഒരു ചാറ്റിന്റെ കാര്യം ഒന്നും പറയാത്തതും ആ ഒരു കാര്യങ്ങൾ പുറത്തോട്ട് അതായത് ഈ ഒരു വീഡിയോ നമ്മൾ വെച്ച് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ അതിനകത്തൊരു പരിമിതി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഓക്കെ. അപ്പൊ എന്തുകൊണ്ടാണ് കുഞ്ഞാറ്റ ഈ ഒരു പ്രശ്നം പുറത്തോട്ട് പറയാതിരുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഇങ്ങനെയുള്ളടത്തിനെ വിട്ടിട്ട് പുള്ളിക്ക് അന്ന് എന്തുകൊണ്ടായിരിക്കും കുഞ്ഞാറ്റയുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം എന്തുകൊണ്ടായിരിക്കും കുഞ്ഞാറ്റ ഒറ്റയ്ക്ക് ആ ഒരു വീട്ടിലെ കാര്യങ്ങൾ മൊത്തം നോക്കി. ആദ്യം ഞാൻ കുഞ്ഞാറ്റയുടെ വീഡിയോ ചെയ്തതിനകത്ത് അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഏതോ ഒരു വീഡിയോക്കകത്ത് കുഞ്ഞാറ്റ വന്ന് സംസാരിക്കുന്നുണ്ട്. വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ ഒറ്റയ്ക്ക് നോക്കുന്നു, കാറിന്റെ റെന്റ്, വീടിന്റെ റെന്റ്, ഒറ്റയ്ക്ക് പഠിക്കാൻ പോകുന്നു, കുഞ്ഞിന്റെ കാര്യങ്ങള്. പുള്ളിക്ക് ഇതിനൊക്കെ ആയിരുന്നു. ഇപ്പോഴാണ് മാന്യതയുടെ പുള്ളിയുടെ മറ്റൊരു വികൃതമായ മുഖം അഴിഞ്ഞു വീഴുന്നത് ഇതിലൂടെ കാണുമ്പോഴാണ്. ഇപ്പം എല്ലാവരും എല്ലാ രീതിയിലും നല്ലതല്ല. പക്ഷെ എന്നിരുന്നാലും സ്വന്തം കുടുംബം കയ്യിലുള്ള സമയത്ത് ഈ ഒരു വ്യക്തി കാണിച്ച ചില കാര്യങ്ങളാ ഇതൊക്കെ. ആ കുട്ടി ഓടി രക്ഷപ്പെട്ടു. ആ ഒരു ജീവിതത്തിൽ നിന്നും അതിന് ഇറങ്ങി പോവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാ വളരെ നല്ല തീരുമാനം. എല്ലാവർക്കും പക്ഷെ ഈ ഒരു കാര്യം കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഒരുപാട് ആത്മഹത്യകളും ഒരുപാട് മറ്റുള്ള കേൾക്കാൻ പാടില്ലാത്ത വാർത്തകളും നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരുന്നത്. ഇതൊക്കെയാണ് ആ കുട്ടി ഒരു ജീവിതത്തിൽ നിന്നും ആ കുട്ടി എന്നേക്കുമായി സ്വന്തം ജീവിതം തേടി അത് പോയി സുഖമായിട്ട് ജീവിക്കുന്നു, സന്തോഷത്തോടെ ജീവിക്കുന്നു. അതിൽ നമ്മൾ സന്തോഷമുണ്ട് നമുക്ക്. എന്നാലും വൃത്തികെട്ട കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ഒരു വാർത്ത ഒരാളെ കുറിച്ച് സ്വന്തം ജീവിതത്തിൽ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ അത് സ്വയം പറഞ്ഞു നാറിയിട്ടില്ല. ആ കാര്യത്തിൽ ആ കുട്ടിയെ കുറിച്ച് അഭിമാനവും തോന്നുന്നു ഗൈസ്. അപ്പൊ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം.